ഇങ്ങനെ ഒരു പണിമുടക്ക് ദിവസത്തിലേക്ക് എൻ്റെ പ്രിയങ്ങൾക്ക് സ്വാഗതം. രാവിലെ റാഗി സേമിയ കേട്ടോ, ഇത് കഴുകിയെടുത്തിട്ട് വന്നതാണ്. നമുക്കതൊക്കെ ഉപ്പൊക്കെ ചേർത്ത് ആവിയിൽ റെഡിയാക്കി എടുക്കാം. തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്തു. മോനിക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ല, സുഖം ഉറക്കമാണ്. ഞാൻ വിചാരിച്ചു കുറേ ഉറങ്ങട്ടോ, എന്നൊന്നും ഇല്ലല്ലോ, പകലൊന്നും ഉറങ്ങുന്ന സ്വഭാവം ഇല്ല. എന്നിട്ട് ഏത്തപ്പഴം പൊരിക്കണം ഇതിൻ്റെ കൂടെ, അതാണ് കോമ്പിനേഷൻ ഞങ്ങൾ കഴിക്കാറുള്ളത് കേട്ടോ. കറികളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണിമുടക്കായിട്ട് എല്ലാവരും വീട്ടിലുണ്ടോ? എന്താണ് പ്രോഗ്രാം? ഇതൊരു പ്രാവശ്യം ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഗ്രീൻ പീസ് കറി വെച്ച് കേട്ടോ, നല്ലതായിരുന്നു. എന്നാലും ഏത്തപ്പഴമാണ് കുറെ കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. എന്താ ഒരു ഉറക്കമായിരുന്നു. ഇത് റെഡി ആവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് ഏത്തപ്പഴം ഒന്ന് പൊരിക്കും. ചായ ഇടാം. റെഡി ആവട്ടെ. പൈപ്പ് ശരിക്കും ടൈറ്റ് ചെയ്യണം. ഇന്നലെയും പറഞ്ഞിട്ട് അങ്ങനെയല്ല കേട്ടോ, വെള്ളം പോവായിരുന്നു. ഏത്തപ്പഴം റെഡി ആയിരിക്കുകയാണ്. 4 പീസാണ് കേട്ടോ, ഒന്ന് ചീഞ്ഞെടുത്തു. പറ്റുമെങ്കിൽ അമ്മയുടെ അടുത്ത് അവരൊന്ന് പോകണം, കാരണം അമ്മയ്ക്ക് ഇച്ചിരി കൊണ്ട് കൊടുക്കാൻ. കപ്പ അമ്മയ്ക്ക് ഇഷ്ടമാണ്, പക്ഷെ കൈ വയ്യാത്തോണ്ട് ഇന്നലെ എന്നോട് പറഞ്ഞു വേണ്ട, നിങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് ഇച്ചിരി തന്നാൽ മതി. അപ്പം വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കപ്പയും മീൻകറിയൊക്കെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം. വണ്ടി ഓടിക്കുക, ഒരു ദിവസം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ഇടയ്ക്ക് എത്രയെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ പുറത്തിറങ്ങേണ്ടി വരും. ഇപ്പൊ പാല് തിളച്ച് പോയെന്നെ. കുറച്ച് തുണികൾ കഴുകാൻ എടുത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റൊക്കെ ഇന്നൊന്ന് കഴുകിയിടാം എന്ന് വിചാരിച്ചു. വെളിയിൽ അയവള്ളി കെട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നതുകൊണ്ട് കഴുകിയിട്ടാൽ എടുത്ത് മടക്കിയൊക്കെ വെക്കാമല്ലോ. കഴിക്കാൻ കൊടുത്തേച്ചും വരാം, എന്നിട്ട് നമുക്കും കഴിക്കാം. ഹലോ, ഞാൻ കട്ടാക്കിയൊന്നുമില്ല. ഇല്ല, ഞാനിവിടെ ഉണ്ട്. ചായ കുടിച്ചിട്ട് നമ്മുടെ രാവിലത്തെ ഇടം തുടങ്ങിയിരിക്കുകയാണ്. 10 മണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കഴിക്കാൻ പോവാണ് പ്രിയങ്ങളെ.
नेचर प्लेज इज ब्यूटीफुल। ठीक है, हम तेरा घर चेकआउट कर लेंगे। बाय द वे एक हमारे पास टॉर्च भी है, और टॉर्च उन हॉरर गेम में मिलती है जहाँ पर अंधेरा होने वाला होता है। तो अंधेरा तो हो देख रहे हो तुम, एक बार किचन देखो भाई ध्यान से, कितना ज्यादा बड़ा किचन है, खोखो हो जाएगा। രാവിലത്തെ കഴിപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എനർജി കഴിക്കാൻ പോകും. ഇത് കഴിച്ച് കുറച്ച് തുണികൾ കഴുകിയത് ഞാൻ എടുത്ത് വിരിച്ചില്ല. അടുത്ത ബെഡ്ഷീറ്റും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചോറ് വെക്കണം. ചേച്ചി ചീരയൊക്കെ അരിഞ്ഞുകൊണ്ട് തന്നു കേട്ടോ. പിന്നെ ഒരു തേങ്ങയും തന്നു. അപ്പം അത് തോരൻ വെക്കണം, കപ്പ വേവിക്കണം. അതാണ് ഇനിയുള്ള പണികൾ. തുണി വിരിച്ചിട്ട് വന്നില്ല. തുണിയൊന്നും വിരിക്കാൻ വയ്യ, വലിയ ഒന്നും ചെയ്യാൻ വയ്യ. ചേച്ചി കൊണ്ട് തന്ന തേങ്ങ ഇത്. ഇവിടെ തോരനുള്ള തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു, എന്നാലും തേങ്ങ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. കപ്പയും കൂടെ ഒക്കെ വേവിക്കണ്ടേ. ചീര ചേച്ചി എടുത്തില്ലേ, മൊത്തം ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് വന്ന ലക്ഷണമുണ്ട്. ഇത്രയും ചീരയുണ്ട്. എന്തായാലും തോരൻ വെക്കാം, അമ്മയ്ക്ക് വിളിച്ചിട്ട് കൊടുക്കാം, അല്ലാതെ ഇത് ഇവിടെ ഇരുന്നാൽ വേസ്റ്റ് ആവും. ഇന്ന് വെള്ളേരി അങ്ങോട്ട് ഇട്ട് കേട്ടോ. ഒത്തിരി ദിവസമായി വെള്ളേരി ചോറ് വെച്ചിട്ട്. ഇന്ന് വെള്ളേരി വെച്ചു. ഇനി നമുക്ക് തോരനും കൂടെ അങ്ങ് അടുപ്പയിലാക്കാം, എന്നിട്ട് കപ്പ എടുക്കാം. രണ്ടാൻ 2 പച്ചമുളക് അരയ്ക്കും, 2 കപ്പയ്ക്ക്. തോരൻ റെഡിയാക്കാം. വാ. മൂന്ന് കപ്പ ഇത് നമുക്ക് വേവിക്കാം. ഇതിവിടെ ഇച്ചിരി മുറിഞ്ഞാട്ടോ. റെഡി ആയിട്ടുണ്ടാവും. കല്ലേ കൂടെ ഓടിക്കാതെ നിരപ്പായ സ്ഥലത്തൂടെ ഓടിക്ക് സൈക്കിള്. കപ്പ തിളച്ചു. ഞാൻ കുറെ പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ കഴുകി വെക്കുമായിരുന്നു. കുറച്ച് തുണി വിരിക്കാനുണ്ട്, കുളിക്കണം, അമ്മയ്ക്ക് ഇത് കൊണ്ട് കൊടുക്കണം, എന്നിട്ട് വേണം വന്ന് കഴിക്കാൻ. കപ്പ റെഡിയായി, നമുക്ക് കുഴച്ച് പെരട്ടിയെടുക്കാം. തുണിയൊക്കെ കുഴക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും പ്രിയങ്ങളെ. കൈക്കൊരു ബലവുമില്ല. കുഴച്ചെടുത്ത് ഇത്രയും. ഇനി എനിക്ക് വയ്യ പ്രിയങ്ങളെ, ഇത്രയും മതി. അടുക്കളയിലെ പണികൾ ഏകദേശം എല്ലാം കഴിഞ്ഞു. പാത്രമെല്ലാം കഴുകി, തുണിയെല്ലാം വിരിച്ചു, ഉച്ചക്കലത്തേക്കുള്ളതെല്ലാം റെഡിയായി. ഇനി എനിക്കൊന്ന് കുളിക്കണം. അതിന് മുമ്പ് അടുക്കളയൊന്ന് കഴുകി വിടാം എന്ന് വിചാരിച്ചു.
ലോഷനൊക്കെ ഒഴിച്ചിട്ടേക്കുമായിരുന്നു. ഒന്ന് കഴുകിയിട്ടിട്ട് ഞാനും പോയി കുളിച്ചേച്ച് വന്ന് അമ്മയ്ക്കുള്ള ആ ഫുഡും കൊണ്ട് പോകണം. വന്നിട്ട് നമുക്ക് കഴിക്കാം. 1:30 ഇപ്പം. ഇതിപ്പം വിശാലമായിട്ട് തേച്ച് കഴുകുന്നൊന്നുമില്ല. കുറേ ദിവസം കൊണ്ട് ഞാൻ ഓർക്കുന്നു ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകി ഇറക്കണമെന്ന്. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോൾ അതിനകത്തൊരു മാക്രി. ഞാനത് കുളിക്കുന്നതിന് മുമ്പേ കണ്ടായിരുന്നെങ്കിൽ ഞാനും അതിനകത്ത് കുളിക്കത്തില്ല, എനിക്ക് പേടിയാണ്. കുളിച്ചിട്ട് ഇറങ്ങിയപ്പോൾ അതിനകത്തൊരു മാക്രി ഇരിക്കുന്നേ. ചെറുതാ, പക്ഷെ അത് നമ്മൾ ഓടിക്കുമ്പോൾ അതൊന്നും ചാടത്തില്ല, അപ്പം എനിക്ക് പേടിയാണ്. അതുകൊണ്ട് മോനിക്കുട്ടൻ അതിനകത്ത് കുളിച്ചില്ല. ഇവിടെ ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെളിയിൽ നിന്ന് അതുകൊണ്ട് കുളിച്ചിട്ട് വന്നിട്ട് നമ്മളിതെല്ലാം കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തിട്ട് വന്നിട്ട് വിശക്കുകയും ചെയ്യും. 2 മണിയായി. മാക്രിയെ പിടിക്കാൻ ഇനി ആരെങ്കിലും വിളിക്കണം, അല്ലെ ഇനി എനിക്ക് പേടിയാ. ഒരെണ്ണം അതിനകത്തുണ്ടായിരുന്നു, അത് മുട്ട ഇവിടെ ഉള്ളപ്പോൾ അതിനെ പിടിച്ച് കളഞ്ഞായിരുന്നു. ഇത് വേറെയാണ്. എടുത്ത് വെളിയിലോട്ട് വെക്കളെ. പാലങ്ങ് ഫ്രിഡ്ജിലും കൊണ്ടുപോയി. ഞാൻ വെച്ച അമ്മമ്മ കഴിച്ചു കാണുമോ? കഴിച്ചില്ലായിരുന്നു. മീൻകറി ഉണ്ടാവുന്നത് പൊട്ടിക്കാൻ വേണം, പൊട്ടിക്കാൻ പാടാം. കപ്പ, മോരുകറി, മീൻകറി, ചീരത്തോരൻ. ഇതിപ്പോ എവിടെ വെള്ളം? ഗോൾഡ് ഇല്ല. വെള്ളമില്ല, ഇപ്പൊ അത് കഴുകേണ്ട ആവശ്യമില്ലല്ലോ. കിടക്കുമായിരുന്നു പ്രിയങ്ങളെ. ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നോ. നമ്മൾ ഇന്നലെ മുന്തിരിങ്ങ മേടിച്ചില്ലേ, ഞാൻ പറഞ്ഞില്ലേ മുളകൊക്കെ ഇട്ട് കഴിക്കുന്ന വീഡിയോ കണ്ടിട്ട് കൊതി പിടിച്ച് വാങ്ങിച്ചാന്ന്. അങ്ങനെ കഴിക്കാം. കുഞ്ഞുകുട്ടിനോട് എടുക്കട്ടെ? ഉപ്പും മുളകൊക്കെ ഇട്ട്. എന്തിന്? എന്തോ മുന്തിരിങ്ങ വേണ്ടേ? ആ ഫോണിൽ മോനിക്കുട്ടന് തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാം. ആ തണ്ണിമത്തൻ ശരിക്കും പഴുക്കാത്ത തണ്ണിമത്തനാണ്, അതുകൊണ്ട് നമ്മൾ ജ്യൂസ് അടിച്ചു. മോനിക്കുട്ടന് ജ്യൂസ് മതി, അപ്പൊ അത് ജ്യൂസാക്കാം. നമുക്ക് മുന്തിരിങ്ങ കഴിക്കാം. മോനിക്കുട്ടന്റെ തണ്ണിമത്തൻ ജ്യൂസ്. തറ കഴുകിയിട്ടൊക്കെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ പ്രിയങ്ങളെ. ജ്യൂസ് ഗ്ലാസ് ഒന്നും നമ്മൾ എടുത്ത് വെളിയിൽ വെച്ചിട്ടില്ല കേട്ടോ. ഉള്ള ഗ്ലാസ്സിനകത്തൊക്കെ ഒഴിച്ച് കുടിക്കാം. താങ്ക് യു. നോക്കട്ടെ. ഇന്ന് ചായ ഇല്ല കേട്ടോ, ഇന്നിതാ. മുന്തിരിങ്ങ എടുത്ത് വെച്ചാ ഉപ്പുമുളക് ഇട്ട് കഴിക്കാം. എൻ്റെ പ്രിയങ്ങളെ, നമുക്കങ്ങോട്ട് കഴിച്ചാലോ. എന്നാ മോനിക്കുട്ട വാടാ. സൂപ്പറാണോ? സൂപ്പറാ പ്രിയങ്ങളെ. നിങ്ങൾ കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചു നോക്കണം, നല്ലതായി. ഒരാൾ തൂത്തുവാരാൻ പോവാ. എനിക്ക് വയ്യ, ഇന്നലത്തെ എൻ്റെ ബാക്കി വയ്യാഴി ഇന്ന് ജോലിയൊക്കെ ചെയ്തപ്പോഴത്തേക്ക്. ഇതാക്കളെ താടാ.
കേറ്. കുറെ കരിയിലൊക്കെ കത്തിച്ച് കളഞ്ഞു. മോനിക്കുട്ടൻ വഴിയെല്ലാം തൂത്തു കേട്ടോ. ഞാൻ അടുക്കളയുടെ മുറ്റത്ത് കുറച്ച് കരിയില ഉണ്ടായിരുന്നു, അതൊക്കെ തൂത്തു. തീക്കകത്ത് കയറുന്ന എന്തിനാ? കഴിക്കാൻ പോവാണ് പ്രിയങ്ങളെ. മോനിക്കുട്ടന് രാവിലത്തെ റാഗി ഇരിപ്പുണ്ട്, അത് മതി. ആ ഞാൻ ഇച്ചിരി ചോറുണ്ടാകും, വയ്യാ കിടക്കാൻ പോവാണ് നേരത്തെ. വെള്ളയരി ചോറ് വെച്ചിട്ടുണ്ട്, ഇതുവരെ എടുത്തില്ല. കുത്തരിച്ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അത് തികയത്തില്ലെന്നും കണ്ടാണ് ഞാൻ ചോറ് വെച്ചത്. അതിന് വാർത്തിടാം, ഇച്ചിരി ചോറ് മതി. ഉച്ചക്കകത്തേതൊക്കെ തന്നെ കേട്ടോ, പ്രത്യേകമായിട്ടൊന്നുമില്ല. കപ്പ എടുത്തു, ഇച്ചിരി നാരങ്ങാച്ചാറ് കൂട്ടണമെന്ന് തോന്നുന്നു പ്രിയങ്ങളെ, അതും കൂടി എടുത്തേ. അപ്പോൾ ഇന്നത്തെ പണിമുടക്ക് ദിവസം കഴിഞ്ഞു പോയി. നാളെ ഇനി രാവിലെ ജോലിക്ക് പോകണം. വല്ലാത്ത ശാരീരിക അസ്വസ്ഥതകളൊക്കെയാണ്. കിടക്കാൻ പോവാണ് ചോറുണ്ടിട്ട്. നാളെ കാണാം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.